എൻ്റെ അമ്മ മരിച്ചത് ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ അനാസ്ഥ കൊണ്ട് മാത്രം. എറണാകുളം ലിസി ആശുപത്രിക്കെതിരെ ITV ന്യൂസ് ആദ്യമായി വാർത്ത നൽകിയത് ആലുവ സ്വദേശിയായ ജോയി ആന്റണി അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ചികിത്സാർത്ഥം ലിസി ആശുപത്രിയിൽ പോയപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ഭാഗത്തു നിന്ന് മർദ്ദനമേറ്റു എന്ന വാർത്തയാണ്. ഈ പരാതിയും വാർത്തയും വ്യാജമാണെന്ന് കാണിച്ച് ലിസി ആശുപത്രി അധികൃതർ ITV ന്യൂസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ജോയി ആന്റണിയുടെ പരാതിയിന്മേൽ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ 9995/2024 നമ്പറായി കേസ് രജിസ്റ്റർ ചെയ്തു. ആശുപത്രിയിൽ സെക്യൂരിറ്റി വേഷം കെട്ടിച്ചു നിർത്തിയിരിക്കുന്ന ഗുണ്ടയായ ജോസി ജേക്കബിനെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. FIRന്റെ ഉള്ളടക്കം ഇപ്രകാരമാണ്. ആവലാതിക്കാരന്റെ ഭാര്യയായ ഷെർലി ജോയിയെ ചികിത്സയ്ക്കായി ലിസി ആശുപത്രിയിൽ എത്തിച്ച സമയം ഡോക്ടർ അജിത് കുമാർ എന്നയാൾ കാർഡിയോളജിസ്റ്റ് ആണോ എന്നുള്ള പ്രൂഫ് കാണിക്കുവാൻ ആവശ്യപ്പെട്ടതിലുള്ള വിരോധം നിമിത്തം ആവലാതിക്കാരനെ ദേഹോപദ്രവം ഏൽപ്പിക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി എറണാകുളം ലിസി ആശുപത്രിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ പ്രതി PROയെ കാണാം എന്നും പറഞ്ഞ് ഡോക്ടർ അജിത് കുമാറിന്റെ പ്രൂഫ് കാണിച്ചു തരാം എന്നും പറഞ്ഞ് സെക്കൻഡ് ഫ്ലോറിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ വരാന്തയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി 19/11/2024 ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രതി ആവലാതിക്കാരന് അഭിമുഖമായി ശരീരത്തോട് ചേർന്ന് നെഞ്ചുവശം കൊണ്ട് ആവലാതിക്കാരനെ പിന്നിലേക്ക് തള്ളുകയും നിന്നെ ഞാൻ ശരിയാക്കി തരാമട എന്നും പറഞ്ഞുകൊണ്ട് ആവലാതിക്കാരനെ തടഞ്ഞു നിർത്തി കഴുത്തിന് കുത്തിപ്പിടിച്ച് പിന്നിലേക്ക് തള്ളി കഴുത്തിന് വേദനിപ്പിച്ച് ആവലാതിക്കാരനെ ദേഹോപദ്രവം ഏൽപ്പിച്ച കാര്യം. 66 വയസ്സുള്ള ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡറായി പോയ വൃദ്ധനെയാണ് മർദ്ദിച്ചതെന്ന് ഓർക്കണം. ഈ വാർത്ത ITV ന്യൂസിൽ വിളിച്ചു പറഞ്ഞ ജോയി ആന്റണിക്കെതിരെയും ITV ന്യൂസിനെതിരെയുമാണ് ലിസി ആശുപത്രി വക്കീൽ നോട്ടീസ് അയച്ച് പേടിപ്പിക്കുവാൻ നോക്കിയത്. ഈ വാർത്ത കണ്ട് പിന്നെ അങ്ങോട്ട് നിരവധി പേരാണ് ITV ന്യൂസിലേക്ക് വിളിച്ച് പരാതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ലിസി ആശുപത്രി ഇന്ന് എങ്ങനെയാണ് അറവുശാലയായതെന്നും ഈ കച്ചവട കേന്ദ്രത്തിന് പിന്നിൽ ഇപ്പോൾ ആരാണ് എന്നുമാണ് അറിയേണ്ടുന്നത്. എറണാകുളം ജില്ലയിലെ അരങ്കാവ് സ്വദേശിയായ രാജേഷിന്റെ വാക്കുകൾ കേൾക്കുക. തന്റെ അമ്മയായ സരോജിനിയെ ക്യാൻസർ രോഗ ചികിത്സയ്ക്കായി ലിസി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടറുടെ അനാസ്ഥ കൊണ്ട് അമ്മയുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ സാഹചര്യം വിവരിക്കുന്നത് കേൾക്കുക. നമ്മുടെ ലിസി ഹോസ്പിറ്റലിലെ ഇപ്പൊ ഞാൻ സാറിന്റെ ഒരു ഇത് കണ്ടായിരുന്നു. അപ്പൊ എനിക്കും അത് തുല്യം ഒരു അനുഭവം ഉണ്ടായി. എന്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ വൈക്കം തലയോലപ്പറമ്പിലാണ് താമസം. 2022 ജനുവരി മാസത്തില് എന്റെ അമ്മേനെ ലിസി ഹോസ്പിറ്റലിൽ ഈ മൂത്രത്തി പഴുപ്പിന്റെ ഇതായിട്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരു MRI സ്കാൻ അവരെടുത്ത്, അത് കഴിഞ്ഞ് അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത്, എന്നിട്ട് അതിൽ അണ്ടാശയത്തില് ക്യാൻസർ ആണെന്ന് കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് തോമസ് അരക്കക്കുടി എന്ന് പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ്, അയാള് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അയാൾ പറഞ്ഞില്ല ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞില്ല. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അണ്ടാശയത്തിൽ എടുക്കുന്നതിന് പകരം ഗർഭപാത്രത്തിലെടുത്ത്. ഇപ്പൊ ബയോപ്സിയിൽ കുഴപ്പമൊന്നും കണ്ടില്ല. അപ്പൊ ഞങ്ങള് ഇവിടുത്തെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ അൾട്രാസൗണ്ട് സ്കാനും ബ്ലഡ് പരിശോധനയുടെയും കൊണ്ട് കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഈ ബ്ലഡ് പരിശോധന കൊണ്ടോ ഈ അൾട്രാസൗണ്ട് സ്കാൻ കൊണ്ടോ ഒന്നും നിങ്ങൾ ഇത് ക്യാൻസർ ആണെന്നൊന്നും പറയാൻ പറ്റൂല. എൻ്റെ മനസ്സ് പറയണത് അണ്ടാശയത്തിലാന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ 1.5 ലക്ഷം രൂപ പറഞ്ഞു. അപ്പൊ ഇയാൾ ബയോപ്സി ഗർഭപാത്രത്തിലെടുത്ത്, അണ്ടാശയത്തിലായിരുന്നു ഈ ക്യാൻസറിൻ്റെ ഇത്. എന്നിട്ട് ഗർഭപാത്രത്തിലെടുത്ത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ കാശിന് ഓടി നടന്ന സമയത്ത് മെയ് മാസം 22 ആയപ്പോൾ അമ്മയ്ക്ക് ഒരു പിക്സ് പോലെ ഇങ്ങനെ മൂത്രത്തിന്റെ ഇൻഫെക്ഷൻ തലക്കടിച്ച് കാരിത്താസ് ആശുപത്രിയിൽ കൊണ്ട് 1 ലക്ഷം രൂപയോളം നാട്ടുകാരൊക്കെ പിരിവൊക്കെ എടുത്ത് തന്ന് അവിടെ കിടന്ന്, അവിടുന്ന് അവരും ക്യാൻസറിന്റെ മരുന്നൊന്നും ചെയ്തില്ല. പിന്നെ ഇവിടെ സ്മിത ഹോസ്പിറ്റലിൽ തൊടുപുഴയെ കൊണ്ടുപോയി, അവരും തലച്ചോറിലെ നീരിനുള്ള മരുന്നാണ് ചെയ്തത്. അവരും ഇതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ ഇയാളുടെ ഒരൊറ്റ പിഴ കൊണ്ടാണ് എൻ്റെ അമ്മ മരണപ്പെട്ടു പോയത്. ഈ തോമസ് അരക്കക്കുടി എന്ന് പറയുന്ന വ്യക്തി ഗൈനക്കോളജിസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും നീചമായ പ്രവൃത്തി ഇവർ ചെന്ന് 24 മണിക്കൂറും പ്രാർത്ഥിക്കുകയും അവിടെ യേശുവിന്റെ മുമ്പിൽ ചെന്ന് മുട്ടുകുത്തുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിട്ട് ഈ ഒരാളെ കൊന്നിട്ട് അയാൾക്ക് എന്ത് കിട്ടാനാ? അത് തുറന്നു പറഞ്ഞെങ്കിൽ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലോ എവിടെയെങ്കിലും കൊണ്ടുപോകില്ലായിരുന്നോ? അപ്പൊ ഉണ്ണിപ്പിള്ള എന്ന് പറഞ്ഞ ഒരു ഡോക്ടറുണ്ട് ഈ കാരിത്താസിൽ. അയാൾ പറഞ്ഞു
ഈ MRI സ്കാനിൽ ഇത് എടുത്തു പറയുന്നുണ്ട് മാനിഗ്രന്റ് എന്ന്. എനിക്ക് MRI സ്കാനിലോ? MRI സ്കാനിന്റെ റിപ്പോർട്ട് നമുക്ക് വായിക്കാൻ അറിയാൻ പറ്റുമായിരുന്നു അല്ല ആരെങ്കിലും? എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു സാറേ. ഞാൻ 10ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലായിരുന്നു. MRI സ്കാൻ റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? ഡോക്ടറെ അയാളെ കാണിച്ച് അയാൾക്ക് ഒന്നും മിണ്ടിയില്ല. ഈ തോമസ് അരക്കക്കുടീനെ MRI സ്കാൻ കൊണ്ട് കാണിച്ച് പിന്നെ ഞങ്ങൾ അൾട്രാസൗണ്ട് സ്കാൻ ഒരു ഡോക്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അയാൾ അതിലും പറഞ്ഞ് ക്യാൻസർ ആണെന്ന് അയാൾ എഴുതി തന്നു. ജനറൽ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ സോമൻ എന്തോ പറയുന്ന ഗൈനക്കോളജിസ്റ്റ് ജനറൽ ഹോസ്പിറ്റല് ഈ എറണാകുളം, അയാളും ഈ ബ്ലഡിന്റെ ടെസ്റ്റും അൾട്രാസൗണ്ടും കണ്ടത് ഗർഭപാത്രത്തിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇയാളുടെ അടുത്ത് ഇങ്ങോട്ട് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഈ ടെസ്റ്റ് കൊണ്ടൊന്നും ഇത് ക്യാൻസർ ആണെന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ ഒരു MRI എടുത്ത്, എവിടെ? ലിസി തന്നെ 10,000 രൂപയുടെ ഒരു MRI സ്കാൻ എടുത്ത് അവിടെ തന്നെ ബയോപ്സി എടുത്ത് അയാൾ ഗർഭപാത്രത്തിലായിരുന്നു, അണ്ടാശയത്തിലായിരുന്നു ഈ ഇത്. അയാൾ പറഞ്ഞില്ല. അയാൾ 1.5 ലക്ഷം രൂപ പറഞ്ഞു. അയാൾ ക്യാൻസർ അല്ല എന്നും പറയാൻ 1.5 ലക്ഷം രൂപ അതേ എന്തിനാ പറഞ്ഞത്? ഓപ്പറേഷൻ ചെയ്യാൻ. ക്യാൻസർ അല്ല മുഴയാണ്, മുഴ എടുത്തു കളയണമെന്നാണ് അയാൾ പറഞ്ഞത്. അതിനാണ് ഗർഭപാത്രം എടുത്തു കളയണം മുഴയോടുകൂടി. അതിനാണ് അയാൾ 1.5 ലക്ഷം രൂപ പറഞ്ഞത്. തോമസ് അരക്കക്കുടി എന്നാണ് അയാളുടെ പേര്. അപ്പൊ ഉണ്ണിപ്പിള്ള എന്നോട് പറഞ്ഞ് അവര് തുറന്നു പറയാത്തത് കൊണ്ടാണ് നീ ഇപ്പൊ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പോവുകയും ചെയ്തു. ഇപ്പം 2022 മെയ് മാസം 22-ാം തീയതിയാണ് അമ്മ മരിക്കുന്നത്. ഇപ്പൊ 2.5 കൊല്ലായി. ഇത്രയും കടുപ്പകടൂരമായിട്ടുള്ള ഒരു മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തിയാണ്. ലിസിയുടെ പേരൊക്കെ പോയി, എല്ലാം കച്ചവട മാർഗമാണ്. അപ്പൊ ഇത് ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് ഞാനതിൽ കമന്റ് എഴുതിയിടുകയും ചെയ്ത് ഇട്ടിട്ടുമുണ്ട്. എനിക്കൊരു വർഷത്തേക്കിന് ഡിപ്രഷൻ പോലെ ആയിപ്പോയായിരുന്നു. ഞാൻ ആ ഡിപ്രഷന്റെ മരുന്ന് ഇവിടെ കുസുമയിൽ നിന്ന് കഴിച്ച് അമ്മയുടെ ആ വിയോഗത്തിൽ ഞാനും അമ്മയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് എന്ത് ചെയ്തു, എല്ലാവരും അത് കൂട്ടുകാരും മറ്റുള്ളവരും എല്ലാം ആ സ്കാൻ ചെയ്തതും അതിന്റെ റിപ്പോർട്ടും എല്ലാം കത്തിച്ചു കളഞ്ഞ്. കണ്ടാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ എന്നോർത്ത് അതാണ് ചെയ്തത്. നമുക്ക് ആള് പോയി. അത് അയാൾ തുറന്ന് പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയേനെ. ഇത് ഇന്നതാണ് കേട്ടോ, ഇവിടെ ഇത്രയും കാശ് ചെലവാകും, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞാൽ പോയേനെ. അയാൾ പറഞ്ഞില്ല. ആ ഒരു ബുദ്ധിമുട്ട് 2.5 കൊല്ലമായിട്ടും എൻ്റെ മനസ്സിൽ കിടക്കുക. അവന്റെ ആ രൂപം, അവന്റെ കൊട്ടവയറും അവന്റെ വലിയ വയറും ചുമച്ച് അവനെ വന്നിരുന്നിട്ട് ഈ റിപ്പോർട്ടും കണ്ടുവെച്ച് അവൻ എല്ലാവരും വിളിച്ച് ചോദിക്കും എപ്പോഴാ കൊണ്ടുവന്നേന്ന് ഓപ്പറേഷൻ ചെയ്യാൻ. തുറന്ന് പറഞ്ഞില്ല. രക്തപരിശോധനയിൽ നിസാര നേഴ്സുമാര് പറഞ്ഞു ഇത് ക്യാൻസറാന്ന്. അൾട്രാസൗണ്ട് സ്കാനിൽ കൃത്യമായിട്ട് തെളിഞ്ഞു കണ്ടതാ. അതിലും ഇന്ന കണക്കും പറഞ്ഞു. എന്നിട്ട് ഈ റിപ്പോർട്ടല്ല അയാളുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അയാൾ ഗവൺമെന്റ് ഡോക്ടർ റിപ്പോർട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അയാൾ അത് നിരസിച്ച് അയാൾ തർക്കിച്ച് ഇങ്ങനെ ഇത് ക്യാൻസർ ആണെന്ന് അവര് മറ്റേ ചെറിയ ആശുപത്രികളിൽ പറഞ്ഞതിന്റെ ബേസിലാണ് നിങ്ങൾ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ലിസിയിലെത്തിയത്. അതെ. അവിടെ വന്നു കഴിഞ്ഞപ്പോ ഇത് ക്യാൻസർ അല്ലെന്ന് പറഞ്ഞ് അയാൾ ഒരു MRI എടുപ്പിച്ച് 10,000 രൂപ കൊണ്ട്. അങ്ങനെ എടുത്തു. അത് കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ അവിടെ സർജറി ചെയ്യണം, പൈസയും കൊണ്ടുപോവാ, 1.5 ലക്ഷം രൂപ കൊണ്ടുപോകാന്ന് പറഞ്ഞ് 1.5 ലക്ഷം രൂപ കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാ സംഭവം. അന്നേരം നിങ്ങൾ ഓർത്ത് ഇത് വലിയ ആശുപത്രി ആയതുകൊണ്ടും വലിയ ഡോക്ടർ ആയതുകൊണ്ടും പുള്ളിയെ വിശ്വസിച്ചു പോയി. പഴയ ലിസിയുടെ ആ ഒരു ഇത് വെച്ച് വിശ്വസിച്ചു പോയി. സാറ് എനിക്ക് അങ്ങനെ പറയാൻ അറിയാമല്ല. സാർ ഇപ്പൊ മനഃശാസ്ത്രപരമായിട്ടത് ഞാൻ എന്റെ മനസ്സിൽ ഇപ്പൊ ഇങ്ങോട്ട് വായിച്ചു പറഞ്ഞു. ഇതാ സംഭവം. അമ്മയുടെ പേരെന്തായിരുന്നു? സരോജിനി CD. എവിടെയായിരുന്നു സ്വദേശം? ഞങ്ങള് ഇവിടെ വൈക്കം തലവലപ്പറമ്പിലാ. ആ, എന്റെ അമ്മ പോയപ്പോഴത്തേനും എനിക്കൊരു ഡിപ്രഷൻ പോലെ ഉണ്ടായി. ഞാനതിന് സൈക്കാട്രിസ്റ്റ് മരുന്ന് പോലെയും കഴിച്ച്. ഒരാളേ ഉള്ളൂ ഈ അമ്മയ്ക്ക് മകനായിട്ട്, ഞാനൊരാളേ ഉള്ളൂ. നല്ല ആരോഗ്യവതിയായിരുന്നു സാറേ. അയാളുടെ അടുത്ത് ചെല്ലുമ്പോൾ നല്ല ആരോഗ്യവതി എന്ന് പറഞ്ഞാൽ ഈ സൈലന്റ് ക്യാൻസർ ആണല്ലോ, അയാൾക്ക് കൃത്യമായിട്ടറിയാം. അയാൾ ഗൈനക്കോളജിയാണ് അവിടുത്തെ. തോമസ് അരക്കക്കുടി അയാൾ ചെയ്തതാണ്. ആ ഒരു തകർച്ചയിൽ നിന്ന് ഇപ്പൊ 2.5 കൊല്ലമായിട്ട് ഞാൻ മുക്തനായിട്ടില്ല. ഇപ്പോഴും ഞാൻ ഈ ഡിപ്രഷന് മരുന്ന് കഴിക്കുക. അത്രയ്ക്കും ദുഷ്ടപ്രവൃത്തിയാണ് അയാൾ ചെയ്തത്. അത്രയ്ക്കും ദുഷ്ടപ്രവൃത്തി. ഇവനൊക്കെ യേശുവിന്റെ പേരും പറഞ്ഞ് മാതാവിനെയും വെച്ച് ഇവൻ കുമ്പിട്ട് ഇവൻ പ്രാർത്ഥിച്ച് വന്നിട്ട് എന്തിനിങ്ങനെ ഇവൻ ചെയ്ത്? ഇവൻ പുഴുത്തേ ചാവുള്ളൂ, പുഴുത്ത്. തോമസ് അരക്കക്കുടി എന്ന് പറഞ്ഞാൽ അവൻ ഒരൊറ്റ ഒരുത്തന്റെ ചതിയാ. ലിസിയല്ല, കാരിത്താസും ഏറ്റവും കത്തിയാണ്. അവിടെ അവിടുത്തെ ഉണ്ണിപ്പിള്ള പറഞ്ഞു അയാള് അവര് നിങ്ങളോട് തുറന്ന് പറയാത്ത കൊണ്ടാണ് ഇപ്പൊ നീ അനുഭവിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു.
കാരണം കഞ്ഞി പോയി ചോറായി പോയി. അപ്പൊ ആ ഓപ്പറേഷന് വേണ്ടി കാശ് കൊടു. ഇയാൾ ഇത്ര നല്ല സ്ഥലത്ത് അവർ പറയുമ്പം കുഴപ്പമില്ല, ബയോപ്സി കുഴപ്പമില്ലെന്ന് അയാൾ പറഞ്ഞു. അയാൾ പക്ഷെ എടുത്ത ബയോപ്സി എവിടെയാ? ഗർഭപാത്രത്തിലാ. ഇത് അണ്ടാശയത്തിലായിരുന്നത്. അവർ കരുതിക്കൂട്ടി ചെയ്ത പരിപാടിയായിരുന്നു. ഈ പാവങ്ങളായ ഞങ്ങളോട് കാശ് മേടിക്കാൻ വേണ്ടിയിട്ട്. എന്നാ അതെങ്ങനെ മനസ്സിലായി അണ്ടാശയത്തിലാണെന്ന് എങ്ങനെ മനസ്സിലായി? അണ്ടാശയത്തിലാണ് ക്യാൻസർ എന്ന് പിന്നീട് കാരിത്താസിൽ ചെന്നപ്പോൾ അവരല്ലേ പറഞ്ഞത് അണ്ടാശയത്തിലാന്ന്. ഇയാൾ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു എന്റെ മനസ്സ് പറയുന്നത്, പിന്നെ ജോത്സ്യനാണോ ഇയാള്? മനസ്സ് പറയുന്നത് അണ്ടാശയത്തിലാന്ന് പറയുന്നു. ഈ തോമസ് അരക്കക്കുടി അയാളെ മനസ്സ് പറയണമെന്ന്. അല്ല, അണ്ടാശയത്തിലാന്ന് അയാള് പറഞ്ഞില്ല. പിന്നെ മനസ്സിൽ മനസ്സ് പറയണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ MRI എടുത്ത് അയാളെ കൊണ്ട് കാണിച്ച്. അയാള് ഒന്ന് മുഴയുണ്ട്, മുഴ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് സംഭവം. MRIയിൽ കൃത്യമായിട്ട് അത് അണ്ടാശയത്തിലാന്ന് മനസ്സിലായില്ലേ? അത് അയാൾക്കല്ലേ മനസ്സിലാവുള്ളൂ. എനിക്ക് അയാൾ പറഞ്ഞെങ്കിലല്ലേ എനിക്കറിയാവുള്ളൂ. അവസാനം ഞാൻ ഇതെന്റെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തു. അന്നേരം മാനിഗ്രൻഡ് എന്നങ്ങണ്ട് അതിലെഴുതിയേക്കണം. ക്യാൻസർ എന്നല്ല, മാനിഗ്രൻഡ് എന്നങ്ങണ്ടാണ്. അത് എഴുതിയിട്ട് എന്നിട്ട് എന്നോട് കൃത്യമായിട്ട് നേഴ്സുമാരും ലിസിയല്ല ഇവിടുത്തെ കാരിത്താസിൽ അവർ അതേ ചേട്ടാ ഇത് എഴുതിയേക്കണ കണ്ടോന്ന് ചോദിച്ചു. ഇതവർ പറഞ്ഞില്ല. എന്റെ കൂടെ വന്ന എന്റെ കൂട്ടുകാരൊക്കെ എന്നെ സംരക്ഷിക്കുന്നത്. അവര് വിദ്യാഭ്യാസമുള്ളവരാ. അവരോടും പറഞ്ഞില്ല ഇയാള്. അവരും കയറി ചോദിച്ചിട്ട് പറഞ്ഞില്ല. മാനിഗ്രൻഡ് എന്നെങ്ങാണ്ടാണ്. മാലിഗ്നന്റ് മീൻസ് എന്ന് പറഞ്ഞാല് അത് എന്താ പറഞ്ഞേ, ദാറ്റ് സ്പ്രെഡ്സ് ഇൻ ദ ബോഡി, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് പടരുന്ന അത് വളരുന്ന ഒരു ട്യൂമർ. അത് 2.5 സ്റ്റേജ് ആയപ്പോഴാണ് ഇയാളുടെ അടുത്ത് കൊണ്ടുചെല്ലുന്നത്. മാലിഗ്നന്റ് എന്ന് പറഞ്ഞാൽ അതൊരു അപകടത്തിലേക്ക്, മരണത്തിലേക്ക് വരെ നയിക്കാൻ പറ്റാവുന്ന വളരുന്ന ഒരു ട്യൂമറാണ്. ട്യൂമറാണ്. അത് അണ്ടാശയത്തിലായിരുന്നു. അതിങ്ങനെ ഒട്ടിപ്പിടിച്ചു പോയി. തലയോലപ്പറമ്പ് മേഴ്സിയില് ബ്ലഡ് പരിശോധിച്ച ആ നേഴ്സുമാര് പോലും പറഞ്ഞു ചേട്ടാ ഇത് ക്യാൻസറിന്റെ ഇതാന്ന് എന്നോട് പറഞ്ഞു. തുറന്നു പറഞ്ഞോളാൻ പറഞ്ഞപ്പം. പക്ഷെ അയാള് പറഞ്ഞു ഈ ബ്ലഡ് പരിശോധന ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് അത് കൊണ്ടുപോയി ഞങ്ങൾ എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെ വീട്ടിൽ ചെന്ന് കാണിച്ചപ്പോ അയാൾ ഉടനെ തന്നെ പറഞ്ഞത് ക്യാൻസർ ആണ്. ഈ മാലിഗ്നന്റ് എന്ന് പറയുന്നത് ക്യാൻസറിനെ വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പദവാ. അന്നേരം ഇതിന്റെ ഈ മാലിഗ്നന്റ് സെൽ എന്ന് പറയുന്നത് അത് വളരെ ഈ എന്താ പറഞ്ഞ അൺകൺട്രോളബിൾ ആയിട്ട് വളർന്ന് അതിന്റെ അടുത്തുള്ള ടിഷ്യൂസിലേക്കൊക്കെ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അത് സ്പ്രെഡ് ആകുന്ന സാധനമാണത്. എന്നിട്ട് ഈ ഒട്ടിപ്പിടിക്കും. അത് അല്ലത് ആ ഒരു ടൈം കണ്ടാൽ ആർക്കും അറിയാവുന്ന ഒരു പദം. സാധാരണഗതിയിൽ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളവർക്ക് മനസ്സിലാകേണ്ട ഒരു പദമല്ലേ അത്. അത് പക്ഷെ ഇയാള് പറഞ്ഞില്ല. ഇയാളത് പറഞ്ഞില്ല, ചോദിച്ചില്ല. ഇദ്ദേഹം വലിയ ആളാണല്ലോ. ലിസി എന്ന് പറഞ്ഞാൽ വലിയ ചാരിറ്റിയും സത്യസന്ധയൊക്കെയുള്ള ആളാണ്. അപ്പൊ ഇയാളത് വായിച്ചിട്ട് പറഞ്ഞു ഒരു മുഴയാണ്, കുഴപ്പമില്ല, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ രോഗമാണെന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയേനെ. അസുഖമെന്ന് പറഞ്ഞാൽ നമുക്ക് കാശില്ല. നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നല്ലേ. 5 കൊല്ലവും കൂടി ജീവിച്ചിരിക്കുമായിരുന്നു. പക്ഷെ അയാൾ കൊന്നു കളഞ്ഞു. അയാളുടെ ഒരൊറ്റ നമുക്ക് അതുപോലെ വിശ്വാസം വന്നുപോയി. അതാ സാധാരണക്കാരനല്ലേ സാറേ ഞങ്ങളൊക്കെ. ഈ നാട്ടിൻപുറത്തുകാർക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇതൊക്കെയല്ലേ ഉള്ളു. ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. അല്ലാതെ അറിവുള്ളവരല്ലല്ലോ നമ്മള് ഇത്രയും ഇതായിട്ട്. ഇന്നിപ്പോ ഞാൻ ആ രാമൻ നമ്പൂരിയുടെ ഇത് കണ്ടപ്പോഴും എനിക്ക് ഞെട്ടിപ്പോയി ഞാൻ. അതന്നെ സാറിന്റെ ഇതൊക്കെ ഞാൻ കാണാറുമുണ്ട്. നിഷ്പക്ഷമായിട്ട് സാറ് പറയുന്നുണ്ടല്ലോ, അപ്പൊ അതും കാണാറുണ്ട്. അങ്ങയുടെ പേരെന്തായിരുന്നു? എന്റെ പേര് രാജേഷ് കെ എ അല്ലേ? അമ്മ എത്ര വയസ്സുള്ളപ്പോഴാണ് മരിക്കുന്നത്? 70 വയസ്സ്. നല്ല ആരോഗ്യവതിയായിരുന്നു. 70 വയസ്സൊന്നും തോന്നൂല്ലായിരുന്നു. നല്ല ആരോഗ്യവതിയായിട്ട് നല്ല പ്രസരിപ്പോട് കൂടി നടന്നത്. എന്നിട്ട് അയാളിങ്ങനെ അണ്ടാശയത്തില് ഗർഭപാത്രത്തിൽ ബെല്ലിട്ട് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് വലിയ ഇതൊന്നുമല്ല, ഇച്ചിരി തടിപ്പുണ്ടെന്നേ ഉള്ളെന്ന് പറഞ്ഞു. ഈ സ്കാൻ കണ്ടിട്ട് 3 സ്കാൻ കാണിച്ച്, പുറത്തുനിന്ന് എടുത്തതും അയാളുടെ അടുത്തെടുത്തതും അയാൾ ബയോപ്സി എടുത്തത് അയാൾ മനഃപൂർവ്വം ഈ ഗർഭപാത്രത്തിലാണ് എടുത്തത്. അണ്ടാശയത്തിലായിരുന്നു എടുക്കേണ്ടത്. എന്നിട്ട് പോലും അയാൾ തുറന്ന് പറഞ്ഞില്ലെന്നുള്ളതാണ്. ലിസി ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായവർക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. ചൂഷണങ്ങൾക്ക് ഇരയായവർക്ക് ഒരുമിച്ച് നിയമ നടപടിക്ക് പോകാവുന്നതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.